സോ ഹലോ ഗായ്സ്, നമ്മുടെ ചാനലിൽ ആദ്യത്തെ ഒരു ലോങ് വീഡിയോ ഇട്ട് ഞാനിതാ വന്നിരിക്കുന്നു ഗായ്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെ ബെസ്റ്റ് ഗെയിമിംഗ് ഫോണാണ് നോക്കാം. നമ്മൾ ഇതായിട്ടാണ് നോക്കാം. നമ്മൾ അണ്ടർ 30,000 30,000 താഴെ പറ്റി അടിപൊളി ഗെയിമിംഗ് ഫോണും പിന്നെ 20,000 താഴെ പറ്റിയ നല്ല അടിപൊളി ഗെയിമിംഗ് ഫോണാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിൻ്റെ നിങ്ങളുടെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം ഗൈസ്. നമ്മൾ 30,000 കിട്ടുന്ന ആദ്യത്തെ ഫോൺ എന്ന് പറയുമ്പോഴത്തേക്ക് iQZ7 Pro എന്ന് പറഞ്ഞൊരു ഫോണാണ്. ഈ ഫോണിനാണെങ്കിൽ 8GB റാമും 128GB ഇൻറ്റേർണൽ സ്പേസ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മുടെ പ്രോസസ്സർ എന്ന് പറയുമ്പോഴത്തേക്ക് MediaTek Dimensity 7200 എന്ന് പറഞ്ഞൊരു പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ ഇതിനാണെങ്കിൽ ഒരു കേർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് ഗെയിമിങ്ങിന് അത്ര പോരാ, നമ്മളെ ഫേക്ക് ടച്ചൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഇനി സ്റ്റേബിളായിട്ട് 60 FPS സ്റ്റേബിളായിട്ട് കിട്ടുന്നതാണ്. നമുക്ക് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 22,000 നമ്മുടെ 22,000+ റുപ്പീസൊക്കെ ആവത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ 22,000 ഇച്ചിരി മുകളിലൊക്കെ ആയിട്ടേ നിൽക്കത്തുള്ളൂ ഈ ഫോൺ. അധികം പൈസയൊന്നും ആവത്തൊന്നുമില്ല ഈ ഫോണിന്. ഇത് നല്ലൊരു ഫോൺ തന്നെയാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നല്ലൊരു ഫോൺ തന്നെയാണ് ഇത്. നമ്മൾ 30,000 താഴെയുള്ള രണ്ടാമത്തെ ഫോൺ ഏതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്വന്തം മോട്ടറോള എഡ്ജ് 40 നിയോ എന്ന് പറഞ്ഞൊരു ഫോണാണ്. ഈ ഫോൺ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8GB റാമും 128GB ഇൻറ്റേർണൽ സ്പേസുമാണ്. പിന്നെ MediaTek Dimensity 7030 ആണ്. നേരത്തെ തന്നെ കളിച്ചുങ്ങൾ കുറവാണ്, പക്ഷേ 60 FPS ഒക്കെ പക്കയായിട്ട് സ്റ്റേബിളായിട്ട് നിങ്ങൾക്ക് നിന്ന് കളിക്കാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 27,000 ഒക്കെയാണ് വരുന്നത്. ഇനി ഗൈസ്, നമ്മുടെ അടുത്ത ഫോൺ എന്ന് പറയുമ്പോഴത്തേക്ക് 20,000 താഴെയുള്ളൊരു ഫോണാണ്. ഈ ഫോണെന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഫിനിക്സ് നോട്ട് 35G ഫോണാണ്. ഇത് നല്ലൊരു 20,000 താഴെ പറ്റിയ ബെസ്റ്റ് ഫോൺ തന്നെയാണ്. ഇനി ഇത് വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് 8GB റാമും 256GB ഇൻറ്റേർണൽ സ്പേസ് ഒക്കെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ MediaTek Dimensity തന്നെയാണ് പ്രോസസ്സർ. MediaTek Dimensity 6080 എന്ന് പറഞ്ഞൊരു പ്രോസസ്സറാണ് വരുന്നത്. ഇതിനാണെങ്കിൽ 14,000 ഇനി വരുന്നത്. നല്ല അടിപൊളി ഫോൺ തന്നെയാണ്. ഈ റേഞ്ച് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ബെസ്റ്റ് ഫോണാണ് ഇത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോൺ തന്നെയാണ് ഗൈസ്. നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് ഫോൺ എന്ന് പറയുമ്പോഴത്തേക്ക് Realme 11X എന്ന് പറഞ്ഞൊരു ഫോണാണ്. ഈ ഫോണിനാണെങ്കിൽ 6GB റാമും 128GB ഇൻറ്റേർണൽ സ്പേസ് ഒക്കെയാണ് വരുന്നത്. നമ്മുടെ ഇത് MediaTek Dimensity ആണ് പ്രോസസ്സർ വരുന്നത്. MediaTek Dimensity 6100 എന്ന് പറഞ്ഞൊരു പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. നല്ല അടിപൊളി ഫോൺ തന്നെ. നേരത്തെ വെച്ച് നോക്കുമ്പോൾ ഇറ്റും കൂടെ നല്ല ഇതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇൻഫിനിക്സിൻ്റെ, അതിനേക്കാൾ ഇറ്റും കൂടെ നല്ല ഫോൺ ഇതാണ്. പിന്നെ റേഞ്ച് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 13,000 വരുന്നുള്ളൂ. ഈ റേഞ്ചിനൊക്കെ പറ്റിയ ബെസ്റ്റ് ഫോൺ തന്നെയാണ് ഗൈസ്. ഞാൻ ഈ രണ്ട് ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്തു. നിങ്ങൾക്ക് ഈ റേഞ്ച് ഗെയിമിംഗ് ഫോൺ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഫോൺ എടുക്കാവുന്നതായിരിക്കും ഗൈസ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞില്ലായിരുന്നു, നമ്മൾ 30,000 20,000 റേഞ്ചിന് താഴെയുള്ള ബെസ്റ്റ് ഫോൺസൊക്കെ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തു. അപ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും മൈരെ നീ അതിന് ഏത് ഫോണോ യൂസ് ചെയ്തതെന്ന്. ഞാൻ അത്രയ്ക്ക് നല്ല ഫോണൊന്നുമല്ല യൂസ് ചെയ്യുന്നത് ഗൈസ്. ഞാനൊരു 8,000 ഫോണിലാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇടുന്നത്. പിന്നെ PUBG കളിച്ചുള്ള വീഡിയോ ഇടുന്നത്, ഇതെല്ലാം ഞാൻ ഇതിൻ്റെ അകത്താണ് ഇടുന്നത്. എല്ലാം എന്ന് പറയുമ്പോൾ 8,000 Redmi 12C എന്ന് പറഞ്ഞൊരു ഫോണാണ്. ഈ ഫോണിനാണെങ്കിൽ 6GB റാമും 120GBയും ഇൻറ്റേർണൽ സ്പേസ് ആണ് വരുന്നത്. പിന്നെ പ്രോസസ്സർ എന്ന് പറയുമ്പോഴത്തേക്ക് പൊട്ട പ്രോസസ്സർ MediaTek Dimensity G85 എന്ന് പറഞ്ഞൊരു ഫോണാണ്. ഞാൻ ഇത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. നിങ്ങൾ നല്ലോണം ഒന്ന് സപ്പോർട്ട് ചെയ്ത് എനിക്ക് എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഉടനെ തന്നെ നല്ലൊരു ഫോൺ എടുത്ത് നമ്മുടെ ചാനലിൽ തന്നെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇങ്ങോട്ട് എടുത്തിടും. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനത്തെ ഓരോ വീഡിയോസൊക്കെ ഇട്ട് നമുക്ക് ഇതേപോലെ അടിപൊളിയായിട്ട് ഓരോ വീഡിയോസൊക്കെ ഇട്ട് പോകാം. അതിൻ്റെ അകത്ത് BGM കളിക്കുന്ന വീഡിയോ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെക്കമെൻഡ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇന്ന ഗെയിം നല്ലതാണെന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ അതൊക്കെ എടുത്തിരുന്ന് ഫോണിൽ വെച്ച് കളിച്ച് നിങ്ങൾക്ക് വേണ്ടി വീഡിയോയും പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് ഞാൻ ഓരോ ലൈവ് ഇതെല്ലാം ഇടുന്നതായിരിക്കും. അപ്പോൾ ബൈ.